ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ഉറങ്ങുന്നുണ്ട്, ഇപ്പോൾ വെക്കേഷനിലായതുകൊണ്ട് ലേറ്റ് ആവുന്നുണ്ട് എണീക്കാൻ. ഇത് ഞാൻ ഫ്രൈഡേ ആണ് എടുത്തത്. വീഡിയോ എടുത്തിട്ട് കുറേ ആയി, എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടയാണ്, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ അട. അപ്പോൾ ഉണ്ടാകുമ്പോൾ കറിയും ഉണ്ടാക്കണം. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാം ലേറ്റ് ആവും. അതുകൊണ്ട് എളുപ്പപ്പണി എന്താണോ അതാണ് ചെയ്യലുള്ളത്. അപ്പോൾ കറി ഉണ്ടാക്കാൻ മടിയാവുമ്പോൾ ഇതുപോലെ ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടയാണ്. അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ചെറുത് ഉണ്ടാക്കിയത് ആദ്യം കേട്ടോ, കുട്ടിയാണ് ആദ്യം ഉണ്ടാക്കിയതാണ്. ഞാൻ ഇപ്പോഴാണ് എണീച്ചത്. പല്ലേറ്റ് ചെയ്യാം. പല്ലേറ്റ് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് സ്കൂളിൽ പോകാനുണ്ട്. ലീവ് 10 ദിവസം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് അട. ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ആദ്യം മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് പ്രോഗ്രാം. Hello guys, പിന്നെ സ്കൂളിൽ നിന്ന് നേരെ ലുലുവിലാണ് പോയത്. മീൻ വാങ്ങാനായിട്ടാണ് പോയത്. പിന്നെ ലുലുവിൽ ഇടയ്ക്കെല്ലാം നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല ഫ്രഷ് മീൻ കിട്ടലുണ്ട്. നമ്മൾ പോയ സമയത്ത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ മുള്ളനുണ്ടല്ലോ, അത് ആദ്യം ഇതുവരെ കഴിച്ചിട്ടാണ്, അതുകൊണ്ട് അതാണ് വാങ്ങിയത്. മുള്ളനെ കുഞ്ഞിക്ക് വേണ്ട കൈ കഴുകു പോയിട്ട് കൈ കഴുകു. പിന്നെ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിന്. പിന്നെ ഈ കാണുന്ന ഇത് കുനാഫയാണ് കേട്ടോ. അതാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടാട്ടോ, അതുകൊണ്ട് അതും വാങ്ങി. ഇതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്, നല്ല അടിപൊളിയാണ്. അങ്ങനെ അടുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ മടങ്ങുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കാണുന്ന ഷോപ്പ്. ഞാൻ കുറേ ആയി ഈ ഷോപ്പിലൊന്ന് കയറി നോക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ കയറി. നമ്മളുള്ളത് ഒമാനിലെ ബുവലിയിലാണ്. ബുവലിയിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പുള്ളത്. പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ ഷോപ്പാണ്, പക്ഷെ അകത്ത് നമ്മൾ വിചാരിച്ചതിലും അധികം ഐറ്റംസ് ഉണ്ട്. പിന്നെ അധികവും ഒമാനീസ് യൂസ് ചെയ്യുന്ന ഐറ്റംസാണുള്ളത്. പിന്നെ ഇവിടെ അധികം ഉള്ളത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പായ, മൺകലം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തുമ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഗൈസ് സ്കൂളിൽ പോയി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ടയേർഡായി. അപ്പോൾ ഞാൻ അമ്മയോട് ഒരു
സ്നാക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അതിൽ ഉണ്ടാക്കാൻ ബ്രെഡും ബട്ടറും വേണം. ആ 2 സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. അപ്പം അത് കഷ്ടം കുറച്ചുണ്ട് ഗൈസ്. ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ആദ്യം ഉണ്ടാക്കോ? ഹെൽപ്പ് ചെയ്യോ അമ്മ? ഹെൽപ്പ് ചെയ്യോ? ചെയ്യും, പക്ഷെ അറിയൂല. എനിക്ക് വേണ്ട അമ്മ. മിൽക്ക് വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആ. നല്ല വിശപ്പുണ്ടായിന് എല്ലാവർക്കും. അപ്പോൾ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വനില എസൻസും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ബ്രെഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 വശവും നല്ലപോലെ മുരിച്ചെടുക്കണം. ഇനി റെഡിയാക്കി വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും പാലൊഴിച്ചു കൊടുക്കണം. 2 വശത്തും ഇതുപോലെ പാലൊഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് തേച്ച് കൊടുക്കുക. അതുപോലെ കുറച്ച് തേനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, എന്ത് വേണം. ബൈ.